إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അഖിലം പാലിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി അവസാന നിമിഷത്തിൽ കരിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 165 ആയത്തിലൂടെ അല്ലാഹു രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമിനൻ നാസി, ജനങ്ങളിലുണ്ട്, മൻ, ഒരു വിഭാഗം ആളുകൾ, യത്തഖിദു, അവർ സ്വീകരിക്കുന്നു, മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്നവരാണ്. യുഹിബ്ബൂനഹും, അവർ ആ സമന്മാരെ സ്നേഹിക്കുന്നു, കഹുബ്ബില്ലാ, അല്ലാഹുവെ സ്നേഹിക്കുന്നത് പോലെ തന്നെ. വല്ലദീന ആമനു, എന്നാൽ മറ്റൊരു വിഭാഗം മുഅ്മിനീങ്ങളാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിനോട് കടുത്ത സ്നേഹമാണ്. അതിനുശേഷം നാളെ പരലോകത്ത് സംഭവിക്കുന്ന സംഭവത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിരൽ ചൂണ്ടുകയാണ്. വലൗ യറല്ലദീന ളലമു, അല്ലാഹുവിനെ പോലെ തന്നെ അല്ലാഹുവിന് സമന്മാരെ കണ്ടെത്തുകയും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇനി പേരിട്ട് വിളിക്കുന്നത് ളാലിമീങ്ങൾ എന്നാണ്. വലൗ യറല്ലദീന ളലമു, ഈ ളാലിമീങ്ങളായ ആളുകൾ, അതിക്രമകാരികളായ ആളുകൾ കണ്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ യറൗനൽ അദാബ, ശിക്ഷയെ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും എല്ലാ പ്രാപ്തിയും അല്ലാഹുവിന് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന് മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
വഅന്ന അല്ലാഹു ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള യാഥാർത്ഥ്യവും ഇവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേ. അപ്പം അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല, അള്ളാഹുവിനെ പോലെ തന്നെ അൻദാദുകളെയും സ്നേഹിക്കുന്ന ആളുകൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അൻദാദുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പകരമായി സങ്കല്പിക്കുന്ന എന്തുമാകാം എന്നാണ്. അപ്പം അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, സ്നേഹക്കുറവൊന്നുമില്ല. സമ്പാദ്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ സമ്പാദ്യത്തോടും വലിയ സ്നേഹമാണ്. അത് പരിശോധന നടത്തിയാൽ അള്ളാഹുവിനോടൊപ്പമോ അതിനുമപ്പുറം അള്ളാഹുവിനോട് ഓളമോ ആകാമെന്നുള്ളതാണ്. അള്ളാഹുവിനോടൊപ്പമോ അള്ളാഹുവിനോളമോ സമ്പാദ്യത്തോട് സ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സ്വന്തം കുടുംബക്കാരെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ തലം എത്രത്തോളമാണ്? അത് അള്ളാഹുവിനോടൊപ്പമാണോ അള്ളാഹുവിനോടോളമാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളതാണ്. കാരണം സ്നേഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നു. അള്ളാഹുവിനെ പോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ളാലിമീങ്ങളെന്ന് അള്ളാഹു വിളിക്കുന്നു. അങ്ങനെ ഒരു ചർച്ച ഖുർആൻ നടത്തുമ്പോൾ ആ ഒരു ചോദ്യത്തെ സഗൗരവം കണക്കിലെടുക്കേണ്ടതാണ്, തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. കുടുംബാദികളാകട്ടെ, ഇനി സുഹൃത്തുക്കളുടെ വിഷയം എന്താണ്? അവരോടുള്ള താങ്കളുടെ മതിപ്പ്, താല്പര്യം, സ്നേഹം, വല്ലാത്ത ഒരു ഘട്ടത്തിൽ താങ്കളെ സഹായിച്ച ഇന്ന സുഹൃത്തിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അവരോടുള്ള സ്നേഹം അത് അള്ളാഹുവിനേക്കാളും വരുമോ അതോ അള്ളാഹുവിനോടൊപ്പം വരുമോ? ഇതിനൊരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ ജീവിതത്തെ ഒന്ന് വ്യാഖ്യാനിച്ചാൽ മതി. ജീവിതത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതെന്റെ സമീപനത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. എൻ്റെ കാഴ്ചപ്പാടുകളെ, എൻ്റെ നിലപാടുകളെ കൃത്യമായ രൂപത്തിൽ വിലയിരുത്തിയാൽ എനിക്ക് കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടാണോ അതോ അള്ളാഹുവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്തെങ്കിലും സംഗതികളോ വ്യക്തികളോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പരിശോധന അത്യാവശ്യമാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. കാരണം വലിമീങ്ങളായ ആളുകളുടെ പരലോകത്തുള്ള അവസ്ഥ ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയൊരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഇടയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി മുഅ്മിനീങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയുമോ? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് കടുത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ മുന്നിൽ ഒന്നും വിലപ്പോകുന്നില്ല, സമ്പത്തെടുത്തു വെച്ചാലും വിലപ്പോകുന്നില്ല. അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സമ്പത്ത് വെച്ചു. ഭൗതികമായ രൂപത്തിൽ ഒരു വ്യക്തിയിൽ ആകർഷിക്കപ്പെടാവുന്ന അതിസുന്ദരികളായ സ്ത്രീകളെ വെച്ചു. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാകുന്നു ഇത് വല്ലാത്ത ഒരു വിലയിടലാണ്, ഇതിൻ്റെ ഒരു അവസാനം കുറിക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചത് എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ചാലും നിങ്ങളുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറത്ത് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു സംസാരമാണ്. ഈ വിലയിടലിനൊരു അന്ത്യം കുറിക്കണം. അതാണ് ആ ഒരു സംസാരത്തിന്റെ താല്പര്യം. അതോടുകൂടി ചർച്ച അവസാനിച്ചു. അള്ളാഹുവിനോട് അങ്ങേറ്റം സ്നേഹമുള്ള, അള്ളാഹു മാത്രം മതി, അതിനുശേഷം മതി അള്ളാഹു സബബാക്കിയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വസ്തുവകകളും എല്ലാം ബന്ധങ്ങളും ഒക്കെ എന്ന് തീരുമാനിച്ച മഹാനായ ഒരു വ്യക്തിത്വത്തെയാണ് ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത്. ആ ഒരു മഹത് വ്യക്തിത്വത്തിൽ ഇറക്കപ്പെട്ടിട്ടുള്ള ധാരാളം ആയത്തുകൾ, അതിലൊക്കെയും അള്ളാഹു ആയിരിക്കണം ഏറ്റവും പ്രഥമമായി പരിഗണിക്കപ്പെടേണ്ടത്. സ്നേഹത്തിന്റെ വിഷയത്തിലായിരുന്നാലും ഏത് വിഷയത്തിലായിരുന്നാലും അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ മതി. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് സ്ഥാനമുള്ളത്. സൂറത്ത് ആലി ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം.
പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മനുഷ്യർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് വിഷയം? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയായിരിക്കണം സ്നേഹവുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കുന്ന നിന്റെ ജീവിതത്തോടുള്ള സമീപനം, അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ. അതല്ലാത്തതായി കഴിഞ്ഞാൽ കേവലം ഈ ഒരു വാദം അവകാശവാദം മാത്രമാണ്. അതിൽ വലിയ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചാൽ എന്നെയാണ് പിൻപറ്റേണ്ടത്. കാരണം ആ സ്നേഹപ്രകടനം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ കുറെ വാദങ്ങളല്ല, കുറെ വൈകാരിക പ്രകടനങ്ങളല്ല. അള്ളാഹുവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഒരു വ്യക്തി എത്തിച്ചേരേണ്ടത്. കാരണം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ താല്പര്യവും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടവും അതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ ഒന്ന് ജീവിച്ചാലും മതി. അപ്പോൾ എന്നോടുള്ള സ്നേഹം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് അള്ളാഹു പറയാതെ പറയുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അങ്ങനെ അള്ളാഹുവിന്റെ താല്പര്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടി നീ പരിശ്രമിച്ചാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹ് നിന്നെ ഉറപ്പായിട്ടും സ്നേഹിച്ചിരിക്കും. സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യുഹ്ബിബുക്കുമുല്ലാഹു. അത് മാത്രമല്ല, ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും. സ്നേഹം എന്നുള്ളത് വാദമല്ലല്ലോ, അവകാശവാദമല്ലല്ലോ, അതൊരു പ്രകടനമാണല്ലോ. അത് ഖുർആൻ വ്യക്തമാക്കുകയാണ്. സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ പോരാ, ആ സ്നേഹം എനിക്ക് ബോധ്യപ്പെടണം. അത് അള്ളാഹു തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അതിനോട് കൂട്ടിച്ചേർത്തിട്ട് യുഹ്ബിബുക്കുമുല്ലാഹു എന്നുള്ളതിന് ശേഷം അള്ളാഹു പറഞ്ഞു വയഗ്ഫിർ ലക്കും. അള്ളാഹു സ്നേഹിക്കുന്ന മനുഷ്യർക്കൊക്കെയും ആവശ്യം മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് എന്നുള്ളത് ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു വ്യക്തിയെ ശുദ്ധീകരിച്ച് അവസാനം സ്വർഗത്തിന് അവകാശിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്കാണ് യഗ്ഫിർ ലക്കും എന്ന് പറയുക. നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. ആ സ്നേഹത്തിന്റെ പ്രകടനം ആ രൂപത്തിലാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ്. എല്ലാവരും ഒന്ന് വരണം, നമുക്ക് പരലോകം ഒന്ന് പോയി കാണാം. ഖുർആൻ വളരെ സ്നേഹത്തോടു കൂടി ആ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം പരലോകത്ത് കാണുന്ന ഒരു കാഴ്ച നമ്മളെ അള്ളാഹു കാണിച്ചു തരികയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അവിടെ കാണുന്ന കാഴ്ച എന്താണ്? ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് പരിചയമുണ്ട്. കാരണം നമുക്കിടയിൽ വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് നടന്ന ആളുകളാണ്. ദീനിനെ വ്യാഖ്യാനിക്കുന്നു, ദീനിന്റെ ആളുകളായിട്ട് പരിചയപ്പെടുത്തിയ ആളുകളാണ്. ഖുതുബയൊക്കെ പറഞ്ഞ ആളൊക്കെ തന്നെയാണ് അവിടെ നിൽക്കുന്നുണ്ട്. അവരാണ് ദീനിന്റെ വിതരണക്കാര്. ആ രൂപത്തിലൊക്കെ നാട്ടിൽ നമ്മുടെ ഭൗതിക ലോകത്ത് നിലകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ അവരെ കാണുന്നുണ്ട്. എന്താണ് അവരുടെ പ്രശ്നം? നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണ് അവരെ. അപ്പൊ അവരിങ്ങനെ പതുക്കെ അടക്കം പറയുന്നുണ്ട്, ദാ വരുന്ന ജനവിഭാഗം നമ്മളെയാണല്ലോ ലക്ഷ്യം വെക്കുന്നത്, നമുക്ക് പതുക്കെ മാറിക്കളയാം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മളോടൊരു വ്യക്തി വലിയ സംശയങ്ങളൊക്കെ ചോദിച്ചു, ഇന്ന സ്ഥലത്ത് പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് വലിയ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. എനിക്ക് നല്ല പരിചയമാണ്, അവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വാക്കുകൾ കേട്ടിട്ട് ആ പാവങ്ങൾ എന്ത് ചെയ്തു? അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു. ഇവർക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ആ കൂട്ടർ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ മാറിക്കളയും. കാരണം എന്താണ്? നാണക്കേടാണ്. അല്ലെ, അവരുടെ കടുത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകും. അവരെ നമുക്ക് നേരിടാൻ പ്രയാസമാണ്. ഈ ഒരു മാനസികാവസ്ഥ അതാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. ഇസ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അതായത് പിൻപറ്റപ്പെട്ട കുറെ ആളുകൾ, അതായത് പിൻപറ്റിയ കുറെ അനുയായികളെ കണ്ടിട്ട് ഇവർ പതുക്കെ മാറിക്കളയുകയാണ്. എപ്പോഴാണ്? വറഅഉൽ അദാബ. ഈ നേതാക്കന്മാർ പറയുന്നതിനനുസൃതമായിട്ട് കുറെ അനുയായികൾ എന്ത് ചെയ്തു? അവരെ പിൻപറ്റി.
ഞങ്ങൾ വലിയ സംഘടനക്കാരാണ്, ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ലാമിനെ മൊത്തത്തിൽ എടുത്തിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾ ഇതിൻ്റെ ഹോൾസെയിൽ വ്യാപാരികളാണ്, അല്ലെ റീറ്റെയിലുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ദീനിനെയും ഖുർആനെയും ഹദീസിനെയൊക്കെ മൊത്തത്തിൽ കച്ചവടം ചെയ്ത ആളുകളാണ് അവർ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടേതാണ് ശരിയായ വഴി, മറ്റുള്ളതെല്ലാം കുഫ്രിയത്താണ്, മറ്റുള്ളതെല്ലാം ശിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ വല്ലാതെ ആവേശം കൊള്ളിച്ചു. അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് അവിടെ കാണാൻ കഴിയുക. അവരിങ്ങനെ അനുയായികളെ കാണുമ്പോൾ പതുക്കെ പതുക്കെ മാറിക്കളയും. കാരണം അവരെ നേരിടാൻ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയി എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ശിക്ഷയെ നേരിട്ട് കാണുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങുക. അവസാനം ഖുർആൻ പറഞ്ഞു, അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ച് കളഞ്ഞിട്ട് ഇവർ മാറിപ്പോവാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിന്റെ പിന്നാലെ കൂടിയതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ചൊന്നും പഠിക്കാൻ തയ്യാറായില്ല. കേവലം ചില ഖുതുബകളും കേട്ട് ചില പ്രസംഗങ്ങളും കേട്ട് അത്തരം കേൾവികളിൽ മാത്രം പഠനത്തെ ഒതുക്കിക്കൂട്ടിയ ആളുകളാണ്. അവർ ഖുർആനുമായി ബന്ധപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്, നാളെ പരലോകത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ കാഴ്ചപ്പാട് ശരിയാണോ തെറ്റാണോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല 114 സൂറത്തുകൾ അവതരിപ്പിച്ചു. 6000-ഓളം ആയത്തുകളും അവതരിപ്പിച്ചു. എത്ര ആയത്തുകളുമായി ബന്ധപ്പെട്ട അറിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ആയത്തുകളുമായി ബന്ധപ്പെട്ട അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. ഒരു സന്ദർഭത്തിൽ അമുസ്ലിമായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പൊ അദ്ദേഹം സദസ്യരോട് ചോദിച്ചു, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി വായിച്ചിട്ടുള്ളവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. ഏതാണ്ട് 400ഓളം സദസ്യർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ 400ഓളം ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും 4 പേര് മാത്രമാണ് കൈ ഉയർത്തിയത്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയ ആള് 4 പേര് കൈപൊക്കി. അതിനുശേഷം അദ്ദേഹം രണ്ടാമതൊന്നുകൂടി പറഞ്ഞു, ഖുർആൻ 2 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കി ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ 1 or 2 ആള് കൈപൊക്കി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഖുർആൻ 3 പ്രാവശ്യം അർത്ഥസഹിതം വായിച്ചു നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വലിയ വിശദീകരണം ഒന്നും ഉണ്ട്, അർത്ഥം മാത്രം നോക്കിയാൽ മതി. ആരുമില്ല. അദ്ദേഹം കൈ ഉയർത്തി, ഞാനുണ്ട് ഇവിടെ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, 4 പ്രാവശ്യം ഖുർആൻ അർത്ഥസഹിതം വായിച്ചു നോക്കിയ വ്യക്തി ഈ കൂട്ടത്തിലില്ല എന്നറിയാം, എന്നാൽ വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഞാൻ ഒരു ഹൈന്ദവ മതദർശനങ്ങളെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 4 പ്രാവശ്യമാണ് ഖുർആൻ അർത്ഥസഹിതം വായിച്ചു നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഖുർആനോട് കാണിക്കുന്ന ഉത്തരവാദിത്ത ബോധം പോലും ഒരു മുസ്ലിമിനുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് എന്ത് വിചാരിച്ചിട്ടാണ് ഈ പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്? അതിന് ഇന്ന സമയമൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇന്ന സമയത്ത് ഇത്രാമത്തെ വയസ്സിലാണ്, ജനിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹം മരിക്കുന്നത് ഇത്രാമത്തെ വയസ്സിലാണെന്ന് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? ഞങ്ങൾ എഴുതി തന്നാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. നമുക്ക് മുന്നിൽ പൊടുന്നനെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും പൈശാചികമായൊരു ദുഷ്പ്രേരണ നമുക്കുണ്ടാവും. ഇദ്ദേഹം മരണപ്പെട്ടു, ഇദ്ദേഹം ഹതഭാഗ്യനാണ്, ഞാൻ കുറെ കാലം ഇങ്ങനെ ജീവിക്കാനുള്ള ആളാണ്. നമ്മൾ ഏതൊരു ജനാസ കബറടക്കിയിട്ടാണോ പുറത്തേക്ക് വന്നത്, ആ ജനാസ തൊട്ടു മുമ്പ് ഏത് ജനാസ നമസ്കാരത്തിലാണോ പങ്കെടുത്തത്, അദ്ദേഹം അത് തന്നെ ചിന്തിച്ചത്. ഞാൻ കുറെ കാലമൊക്കെ ഇവിടെ ഉണ്ടാവുന്നു. എന്നെപ്പോലെ തന്നെയാണ് ഓരോ പള്ളികളുടെയും കവാടം നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സമയമായപ്പോൾ ഒരിക്കലും എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് വാദിച്ചിട്ട് കാര്യമില്ല. വാദിക്കുന്നുണ്ടാകാം. സൂറത്തുൽ മുനാഫിഖൂന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് അവസാനം ഒരു നിലവിളിയോടുകൂടി ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഒരല്പം കൂടി, അല്പസമയം മതി, ഒരു ദിവസമൊന്നും വേണ്ട. ഖരീബ് എന്നുള്ള ആ ഒരു വാക്കിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ആവശ്യപ്പെടുന്നില്ല എന്നാണ്. വളരെ കുറഞ്ഞ സമയം എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ എന്നാ ചോദിക്കുന്നത്. കാരണം മരണത്തിന്റെ വേളയിലാണ് ഇതിന്റെയൊക്കെ വിലയും വലിപ്പവും മഹത്വവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഗതികേടിൽ എത്തിപ്പെടാൻ പാടില്ല എന്നാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം കാക്കുമാറാകട്ടെ. വല്ലാത്ത ഗതികേടാണ്.
അപ്പോഴാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ മനസ്സിലാക്കാനുള്ള അവസരമില്ലല്ലോ, സമ്പൂർണമായ പരാജയമല്ലേ അവിടെ സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്ന എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സൂറത്താണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവധി എത്തിയാൽ, മരണം എത്തിയാൽ ഒരാളെയും അല്ലാഹു പിന്തിക്കുകയില്ല. ആ സമയം ഏത് സമയത്താണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ മലായികത്തുകളോടൊപ്പം പോകേണ്ടി വരും. അതൊരു നിയമമാണ്. ആ നിയമം ഇന്നേ വരെ ലംഘിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ പറഞ്ഞൊന്ന് വിഷയം, ആ ഒരു സന്ദർഭത്തിൽ ഖുർആനെ കുറിച്ച് ശരിയായ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട്. അവിടെ പറഞ്ഞൊന്ന വിഷയം എന്താണ്? അള്ളാഹുവിനെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിച്ചു പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്ഥാനം എൻ്റെ ജീവിതത്തിലുള്ള വ്യക്തികൾക്കോ വസ്തുവകകൾക്കോ ഞാൻ വകവെച്ച് നൽകി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ലാലിമ്യങ്ങളായിട്ട് പരലോകത്ത് മാറും. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കണം. എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. കച്ചവട തിരക്കുകളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, വൈകുന്നേരങ്ങളിൽ ഇരാറ്റുപേട്ടയുടെ പല ഭാഗത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടങ്ങൾ കാണാൻ സാധിക്കും. നമസ്കാരം കഴിഞ്ഞാലും വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവിടെ അങ്ങനെ കൂടി നിൽക്കും. കടകൾ അടച്ചാലും ആ കടകൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലൊരു കൂട്ടം ഉണ്ടാവും. അങ്ങനെ തെരുവുകളിലും മാർക്കറ്റുകളിലും എല്ലായിടങ്ങളിലും ഒരുപാട് കൂട്ടങ്ങൾ കാണാൻ സാധിക്കും. ഈ കൂട്ടങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നത് എപ്പോഴാണ്? ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞതാണ്, ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അന്യനാട്ടുകാരനായ ഒരു വ്യക്തി പറയുകയാണ്, ഈരാറ്റുപേട്ടയിൽ ഏത് പാതിരയ്ക്ക് വല്ലതും ആളുകൾ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. ഏത് പാതിരയ്ക്ക്, ഒരു 12 മണി 12:30 1 മണി ആയിരുന്നാലും ടൗണിൽ ആളുകളുണ്ടാവും. മറ്റുള്ള സ്ഥലം അങ്ങനെയല്ല, എല്ലാവരും വീട്ടിലേക്ക് കയറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കുന്നവർ മറ്റു നാട്ടുകാരും, അനുസരിക്കാത്തവർ ഈരാറ്റുപേട്ടക്കാരും എന്ന് തോന്നിപ്പോകും. എന്നെ അടക്കമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ മാറി നിന്നിട്ടല്ല ഈ പറയുന്നത്. ഞാനൊരു ഈരാറ്റുപേട്ടക്കാരനാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ബോധിപ്പിച്ചത്, രാത്രിയുടെ നാശത്തെയോ അതിന്റെ ഭയാനകതയോ അറിയേണ്ട രൂപത്തിൽ നീ എങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും വീട് വിട്ട് നീ പുറത്തിറങ്ങില്ലായിരുന്നു എന്നാ. കാരണം ആ സമയത്ത് സ്വൈരവിഹാരം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ചില പ്രകൃതി ശക്തികളുണ്ട്. അതിന്റെ ഇടപെടൽ മാനസികമായിട്ടും ഒക്കെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ നാശങ്ങളാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ഞാൻ ഇങ്ങനെ സമയം കഴിഞ്ഞിട്ടും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം, വേണ്ടപ്പെട്ടവരോടൊപ്പം അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എത്രമാത്രം സമയമാണ് അതിനു വേണ്ടി വിനിയോഗിച്ചു? നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കുക. ഒരു ദിവസം സാധാരണ ഇത്തരം ചർച്ചകൾക്ക് വേണ്ടി എത്ര സമയം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെക്കാറുണ്ട്? ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ സമയം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കും. സമയം ആയിട്ടുണ്ടല്ലോ, എന്താണ് ക്ലാസ് നിർത്താത്തതെന്നുള്ള ഒരു സംശയം പലപ്പോഴും പഠിതാക്കൾക്കിടയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ചർച്ചകൾ, ഇപ്പോൾ ഖുത്ബ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ആളുകളുടെയൊക്കെ മുഖത്തൊരു അസ്വസ്ഥത. ഇയാൾ മര്യാദയൊക്കെ തെറ്റിച്ചിട്ടുണ്ടല്ലോ, സമയം കൂട്ടണം എന്നല്ല പറഞ്ഞു വന്നത്, ഇയാൾ മര്യാദകളൊക്കെ തെറ്റിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം സ്വാഭാവികമായിട്ടും അധികം ആളുകൾക്കിടയിലും ഉണ്ടാവും. അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനിടയിൽ നിൽക്കുന്ന കേവലം ഒരു ചർച്ചയായിട്ട് തന്നെ ഒതുങ്ങി പോകണം എന്നുള്ള താല്പര്യമാണ്. പക്ഷെ അതേ സമയത്ത് സുഹൃത്തുക്കളുമായി ചെലവഴിക്കുമ്പോൾ ഒരുപാട് സമയം, മണിക്കൂറുകളായിട്ടത് മാറിക്കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന വിഷയം, നമുക്കൊരുപാട് സമയങ്ങളുണ്ട്. സമയമില്ല എന്ന് നമ്മൾ വാദിക്കുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് സമയമില്ലാത്തത് എന്നൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പൊ പല വിഷയങ്ങളും ഞാൻ പറയും, അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, ഖുർആൻ പഠനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്, എനിക്ക് സമയമില്ല കേട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ നിന്നും കുറെ സമയങ്ങൾ അല്ലാഹു എന്നെ ICUവിലാക്കി എന്നാണോ അതിന്റെ അർത്ഥം? അതോ എനിക്ക് സ്ട്രോക്ക് സംഭവിച്ചിട്ട് ഞാൻ തളർന്ന് വീട്ടിൽ കിടന്നുപോയി എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വ്യക്തികളുടെ സമയം എടുത്തിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, സമയം കിട്ടിയിട്ടും കാര്യമില്ല. അവർക്ക് സമയം കിട്ടാതിരിക്കലാണ് നല്ലത്. കാരണം അവർക്കുള്ള സമയം എന്നുള്ളത് വേദനാജനകമാണ്. ആ സമയം നഷ്ടപ്പെട്ട് ബോധം ഇല്ലാതായി കഴിഞ്ഞാൽ അത്രയെങ്കിലും സമാധാനം ഉണ്ടാകുമെന്നാണ്. ബോധമുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ സമയം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഇന്നും ഈ നിമിഷവും അങ്ങനെ കുറെ ആളുകൾ ഹോസ്പിറ്റലിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ അവസ്ഥയിൽ നമ്മളെ കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട് നമ്മളെ കാത്തു എന്നുള്ളതാണ്.
ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എന്നെ മാറ്റിയില്ലല്ലോ. എന്നാൽ ഇന്നും ഹോസ്പിറ്റലിൽ അങ്ങനെ കുറേ ആളുകൾ ഇപ്പോഴും കിടക്കുകയാണ്, വീടുകളിൽ കിടക്കുകയാണ്. ജുമായ്ക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വീടുകളിൽ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുത്തവർക്കൊക്കെയും സമ്പൂർണ്ണമായി സൗഖ്യം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബാധ്യത ദുആ ചെയ്യലാണ്, എന്നാലും അതൊരു യാഥാർത്ഥ്യമാണ്. ആ അവസ്ഥയിൽ മാറ്റുന്നവർ പറഞ്ഞോട്ടെ, സമയമില്ല എന്ന് പറഞ്ഞോട്ടെ, യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞാലോ അത് വലിയൊരു തെറ്റാണ്, തിരുത്തി പറയേണ്ടി വരും. ഖുർആന് വേണ്ടി എൻ്റെ അടുത്ത് സമയമില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് സമയമില്ല, കൊടുക്കാൻ എൻ്റെ അടുത്ത് സമയമില്ല എന്ന് തിരുത്തി പറയുന്നതായിരിക്കും നല്ലത്. ഒരാളോടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് സമയമില്ല എന്ന് പറയരുത്. സമയമുണ്ട്, പക്ഷെ അതിനു വേണ്ടി കൊടുക്കാൻ എനിക്ക് സമയമില്ല. ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് തിരുത്തി പറയുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ തിരുത്തി പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ട് കൂട്ടുകൂടാൻ സമയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവായിട്ട് അങ്ങനെ കൂട്ടുകൂടാൻ കഴിയുക? പാതിരവായ അലി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, അള്ളാഹുവുമായിട്ട് കൂടുതൽ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഖുർആൻ ഓതി തുടങ്ങും. അള്ളാഹു എന്നോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാളെ പരലോകത്തേക്ക് എന്നെ അള്ളാഹ് കൂട്ടിക്കൊണ്ടുപോകും. കാണിച്ചു തരാം, നരകം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. നരകം കാണിച്ചു തന്നിട്ട് ഓരോരോ ആളുകളെ ചൂണ്ടിയിട്ട് കുറേ വിശദീകരണങ്ങൾ നൽകും. ഇനി സ്വർഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അതിനുശേഷം എൻ്റെ ജീവിതത്തെ വിലയിരുത്തും. ഏറ്റവും സ്നേഹനിധിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇങ്ങനെ സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ആസ്വദിച്ചതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അള്ളാഹു എന്നോട് സംസാരിക്കുന്നത്. ഈ ഒരു അനുഭൂതിയാണ് അലി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിലൂടെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മഹത്തരമായ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് ധാരാളം ആളുകൾ ഈ ആസ്വാദനത്തിന്റെ തലത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഒരു തീരുമാനം എടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം 15 ആയത്ത് വെച്ച് ഓതാം. എന്നിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിനുശേഷം ഒരു വ്യക്തി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എല്ലാ ദിവസവും പറയും, സൂറത്തുൽ ബഖറയിൽ നിന്നും 15 ആയത്ത് പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചോ നിങ്ങൾക്കോ എന്ന് ചോദിക്കും. അപ്പം 15 ആയത്ത് വായിച്ചവരൊക്കെ ലൈക്ക് ചെയ്യും. അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയാണ്. അവരുടെ ജീവിതത്തിൽ നിന്നും ഏതെങ്കിലും സമയമാണ് എടുക്കുക. അത് ഇന്ന സമയം എടുക്കണമെന്നൊന്നുമില്ല, വാട്സാപ്പിലൂടെ കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ഓതി നോക്കുക, അർത്ഥസഹിതം വായിച്ചു നോക്കിയിട്ട് ലൈക്ക് ചെയ്യും. ഞാൻ വായിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഉടനെ അടുത്തയാൾ ഞാൻ വായിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ദിവസം വീണ്ടും രാവിലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, എഴുതിയിടുകയാണ്, സൂറത്തുൽ ബഖറയിൽ നിന്നും 30 ആയത്ത് ഞാൻ പൂർത്തീകരിച്ചോ, നിങ്ങൾക്ക് ആ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടോ? ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഇത് കണ്ടിട്ട് അവരും പാരായണം ചെയ്തിട്ട് 30ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. വെച്ചാൽ ഒരു ദിവസം 15 ആയത്തുകൾ വീതം വായിച്ച് ഇന്ന് ആ ഗ്രൂപ്പ് അൽഹംദുലില്ലാഹ് എല്ലാ റമദാനിലും ഖത്മുൽ ഖുർആന്റെ ദുആ ഉണ്ടാവും, അതിൽ പങ്കെടുക്കും. ഇതിപ്പോ അൽഹംദുലില്ലാഹ് 5ാമത്തെ ഖത്മുൽ ഖുർആന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. 5 പ്രാവശ്യം ഖുർആൻ മുഴുവനും അർത്ഥസഹിതം വായിക്കാനുള്ള ഭാഗ്യമാണ് ആ കൂട്ടത്തിലുള്ള. ഈ കൂട്ടത്തിൽ പലരും ഉണ്ടാവും, ആ കൂട്ടത്തിലുള്ള വലിയ തൗഫീഖാണത്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫാമിലി ഗ്രൂപ്പിൽ ഒരു ചർച്ച നടത്തിക്കൂടെ? നമുക്കൊരു ദിവസം 10 ആയത്ത് വെച്ച് വായിച്ചാലോ? ഒരാൾ നേതൃത്വം കൊടുക്കുക, എല്ലാവരും വായിക്കണം, നിർബന്ധം പിടിക്കാതിരിക്കുക, വായിക്കാതിരിക്കുന്നവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അതാണല്ലോ ഇന്ന്. എന്തെങ്കിലും നന്മ ആരെങ്കിലും ഒക്കെ ചെയ്തു പോയാൽ ബാക്കിയുള്ളവരുടെ ഗതികേടാണ്. പിന്നെ നന്മ ചെയ്യുന്നവർ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നരകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയമുള്ളവരെ, നന്മകളെക്കുറിച്ച് നമ്മൾ പറയും, വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതുമായി ബന്ധപ്പെടാത്ത ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കും, അത് ഈ നന്മ ചെയ്യുന്നതിനേക്കാൾ നല്ല കാര്യമാണ്. ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അത്തരം ഒരു ചർച്ച നടത്താം. അങ്ങനെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ പതുക്കെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി തുടങ്ങും. പ്രിയമുള്ള, ഖുർആനുമായി അങ്ങനെ ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയ ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടി പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവായിട്ടൊരു ആത്മബന്ധം സ്ഥാപിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം 15 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരും. അല്ലെങ്കിൽ 10 കാര്യങ്ങളായിക്കോട്ടെ, വേണ്ട 5 ആയത്തെങ്കിലും വായിക്കാൻ തയ്യാറാകി. 5 കാര്യങ്ങളെങ്കിലും അള്ളാഹു പറഞ്ഞു തരുന്ന നമുക്ക് കേൾക്കാമല്ലോ. ഇതിപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചോ, അല്ലെങ്കിൽ ഭരണമേഖലയിൽ നിന്നുണ്ടാകുന്ന ഭീഷണികളെ കുറിച്ചോ,
അല്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും അസ്വാരസ്യങ്ങളെക്കുറിച്ചോ അസ്വസ്ഥതകളെക്കുറിച്ചോ അധികവും നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറച്ചിൽ വളരെ കുറവാണ് എല്ലാവരും. വാ തുറന്നു കഴിഞ്ഞാൽ അധികവും നിഷേധാത്മകമായ കാര്യങ്ങൾ പറയുക, നമ്മളുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുക, കുറ്റങ്ങൾ പറയുക, കുറവുകൾ പറയുക. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് മാലിന്യങ്ങളായിട്ട് അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. ഈ മാലിന്യം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്നതിൻ്റെ എല്ലാ ദുർഗന്ധവും പേറിക്കൊണ്ട് അസ്വസ്ഥരായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ അതേസമയത്ത് അള്ളാഹുവിനോട് കൂട്ടുകൂടിയാലോ? അള്ളാഹു ആകുന്ന ആത്മസുഹൃത്ത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രതീക്ഷയുള്ള കാര്യങ്ങളാണ്. എന്തിനാ പേടിക്കുന്നത്, ദുഃഖിക്കല്ലേ, പ്രയാസപ്പെടല്ലേ, ഞാൻ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ നടത്തുക. സുബ്ഹാനല്ലാഹ്, വലിയ തൗഫീഖാണ് പ്രിയമുള്ളവരെ. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ സംസാരം കേട്ടു തുടങ്ങുമ്പോഴാണ് നാളെ പരലോകത്ത് നമ്മളെ ഈ ലോകത്ത് വെച്ച് പറ്റിച്ച് ചതിച്ച് നരകത്തിൻ്റെ അവകാശികളാക്കുന്ന ചില ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ചുറ്റും നോക്കും. എങ്കിൽ ഞാനൊന്ന് സൂക്ഷിക്കണമല്ലോ, ആരെങ്കിലും പറയുന്നത് വേദവാക്യമാക്കിയാൽ പോരല്ലോ, അള്ളാഹു പറയുന്നത് തന്നെയാണല്ലോ വേദവാക്യമാക്കേണ്ടത്. ആ ഒരു കൃത്യമായ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയുടെ തുടർന്നുള്ള ആയത്തിൽ 167-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടർ ചർച്ച നടത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. അപ്പോൾ നേതാക്കന്മാരായ ആളുകൾ ഈ ലോകത്ത് വെച്ച് പലതും പറഞ്ഞ് അവരുടെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വഴികളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സുന്നത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിച്ച അങ്ങനെയുള്ള ആളുകൾ സമർത്ഥമായ രൂപത്തിൽ നമ്മളെ ഒഴിവാക്കിയിട്ട് എന്തിനാണ് ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? ദുനിയാവിൽ വെച്ച് ഞങ്ങൾ പലതും പറഞ്ഞ് നിങ്ങൾ കേട്ടു, നിങ്ങളുടെ മുന്നിൽ ഖുർആൻ ഇല്ലായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുന്നത്തില്ലായിരുന്നു, പിന്നെ ഞങ്ങളെ നിങ്ങൾ എന്തിനാ പഴിക്കുന്നത്? മാറിപ്പോ എന്ന് പറഞ്ഞിട്ട് ഈ നേതാക്കന്മാർ അനുയായികളെ ഒഴിവാക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഗതികേടൊന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് ഈ പിന്തുടരപ്പെട്ടവരായിട്ടുള്ള ഗതികെട്ട അനുയായികൾ പറയുമത്തേ, വഖാലല്ലദീന തബഉ, അവർ പറയും, ലൗ അന്ന ലനാ കറത്തൻ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ. വെറുപ്പോടുകൂടി പറയുകയാണ്. ഇവരുടെ ഈ ചതിയും വഞ്ചനയും നേരിട്ട് അനുഭവിച്ചിട്ട് അങ്ങേയറ്റം നഷ്ടവാളികളായി തങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ള ബോധ്യവും തിരിച്ചറിവൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം നിരാശയോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് ലൗ അന്നലനാ കറ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരവസരം ലഭിച്ചിരുന്നു, ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, നിങ്ങൾ എത്ര നിഷ്ഠൂരമായിട്ടാണ്, നിഷ്കരുണമാണ് നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞത്. ഈ ശിക്ഷ നേരിട്ട് കണ്ടപ്പോൾ നിങ്ങളെയും ഞങ്ങൾ അതുപോലെ ഒഴിവാക്കി കളയുമായിരുന്നു. പക്ഷെ അവസരമില്ലാതായി പോയല്ലോ. വേദനയോട് പറയുക പ്രിയമുള്ളവർ, ഇത് നമുക്കുള്ള അവസരമാണ്. നമുക്കുള്ള അവസരം. നമ്മൾ ആരും മരണപ്പെട്ടിട്ടില്ല, നമ്മൾ ആരും പരലോകത്ത് എത്തിയിട്ടുമില്ല. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവനയിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പരലോകത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു. അവിടെ നേതാക്കന്മാർ പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന പല നേതാക്കന്മാരും പരലോകത്ത് വെച്ച് നമ്മളെ നിഷ്കരണം ഒഴിവാക്കുന്ന ആ ഒരു അനുഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സ്നേഹഭാഷണങ്ങളിലൂടെ നമ്മളിലേക്ക് പകർന്നു നൽകിയിരിക്കുകയാണ്. ഇനിയെങ്കിലും എന്ത് ചെയ്യുക? നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളതാണ്. ഇവർ പറയുന്നത് കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അവർ ചെയ്ത എല്ലാ അമലുകളും ഒരു നഷ്ടമായി അവർക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ,
ഒരിക്കലും അവരെ പാർപ്പിച്ചിട്ടുള്ള നരകത്തിൽ നിന്നും അവർക്ക് പിന്നീട് പുറത്തു കിടക്കാനും സാധ്യമല്ല. ഇത്രയും വലിയൊരു യാഥാർത്ഥ്യം അള്ളാഹു നമ്മളോട് പറയുമ്പോൾ ഇതല്ല, ഇതിനേക്കാൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന് നമ്മളോട് പറയാനുണ്ട്. ആ പരച്ചിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാണോ? അള്ളാഹുവിൻ്റെ ആ ഒരു സ്നേഹഭാഷണം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണോ? അതിനുവേണ്ടി കുറച്ചു സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണോ? ഒരുപാട് സമയമൊന്നും അള്ളാഹു ചോദിക്കുന്നില്ല, കുറഞ്ഞ സമയം മതി. തുടർച്ചയായിട്ട് ഒന്നാമത്തെ സൂറത്ത് മുതൽ ഇങ്ങനെ ഓതി അവസാനം ഖത്മുൽ ഖുർആൻ പൂർത്തീകരിക്കുക. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമ്മൾ തീർത്താൽ മതി. എത്ര പ്രായമുണ്ട് നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ 45ലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 45ലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴും ഖുർആന്റെ എത്ര ഭാഗം ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സ്വകാര്യമായിട്ടൊന്ന് ചിന്തിക്കും, നിങ്ങളും ചിന്തിച്ചു നോക്കിന് ഇൻഷാ അല്ലാഹ്. എനിക്ക് ഇത്ര പ്രായമായിട്ടുണ്ട്, ഖുർആനിൽ നിന്നും എത്ര ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സമയം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് അള്ളാഹുവിനോട് എത്ര സമയം ഞാൻ ചേർന്നിരുന്നിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ. വലിയ സമാധാനമാണ്, വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. ഖുർആനിനോട് ചേർന്നിരുന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഷണം കേൾക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കിയിടുക, അള്ളാഹുവുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കിയിടുക വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. അത് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയാം. അതിനുള്ള വലിയ തൗഫീഖ് നൽകി നാളെ ഗതികെട്ട ഈ ഒരു അവസ്ഥയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. മരണം വരെയും ഖുർആനുമായി വലിയ ആത്മബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഖുർആന്റെ വഴിയിൽ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെ അള്ളാഹു എൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെ, സഹോദരികളെ, കുഞ്ഞുങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.